ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ആദ്യ സ്വർണം സ്വന്തമാക്കിയത് മൊഹസിൻ അലിയാണ് കേട്ടോ. മൊഹസിൻ അലിയാണ്. 2025 ഓഗസ്റ്റിലാണ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നത്. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ആണ് ഇത് എന്ന് ഓർത്തിരിക്കുക. ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് മൊഹസിൻ അലിയാണ്. പുരുഷന്മാരുടെ 1000 മീറ്റർ കയാക്കിംഗ് മത്സരമായിരുന്നു. ഇത് എവിടെ വെച്ചാണ് നടന്നത്? ഈ ഒരു ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നത്. പുതുതായി ആരംഭിച്ച ഈ ഒരു വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിലെ ആദ്യ സ്വർണ്ണ നേട്ടം ആർക്കാണ്? മൊഹസിൻ അലി. അടുത്തത്, ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ സ്വർണ്ണ മെഡൽ നേടിയ ആൾ നമ്മൾ പറഞ്ഞു. ആ ഒരു പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. കേരളം എത്രാമതാണ്? കേരളം മൂന്നാമതാണ് കേട്ടോ. ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മധ്യപ്രദേശ് ഒന്നാമതെത്തി 18 മെഡലുകളുമായിട്ട് കേട്ടോ. 18 മെഡലുകളാണ് മധ്യപ്രദേശിന് ലഭിച്ചത്. രണ്ടാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. 10 മെഡലുകളുമായിട്ട് ഒഡീഷയ്ക്കാണ് രണ്ടാം സ്ഥാനം. കേരളം മൂന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു. 7 മെഡലുകളാണ് കേട്ടോ. കേരളത്തിന് 7 മെഡലുകൾ ലഭിച്ചു. ഒന്നാം സ്ഥാനത്ത് മധ്യപ്രദേശ് 18 മെഡലുകളുമായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ അടുത്ത US സ്ഥാനാധിപതിയായി നിയമിതനാകുന്നത് ആരാണ്? സെർജിയോ ഗോർ ആണ് ഇന്ത്യയിലെ അടുത്ത സ്ഥാനാധിപതിയായി നിയമിതനാകുന്നത്. വൈറ്റ് ഹൗസ് പ്രസിഡൻഷ്യലിന്റെ പേഴ്സണൽ ഓഫീസ് ഡയറക്ടർ ആയിരുന്നു സെർജിയോ ഗോർ. ഇദ്ദേഹത്തെ ഈ അടുത്തിടെയാണ് US സ്ഥാനാധിപതിയായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനാധിപതിയായി നിയമിതനാകുന്നത് ആരാണ്? സെർജിയോ ഗോർ. അടുത്തിടെ നിലവിൽ വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? ഈ അടുത്തിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തത്. ന്യൂഡൽഹിയിലാണ് കേട്ടോ. ന്യൂഡൽഹി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ന്യൂഡൽഹി. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റിൽ നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് മൊഹസിൻ അലി. ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ അടുത്ത US സ്ഥാനാധിപതിയായി നിയമിതനാകുന്നത് ആരാണ്? സെർജിയോ ഗോർ. അടുത്തിടെ നിലവിൽ വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID അതായത് UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ജില്ല. ഈ ഒരു യൂണിറ്റ് ഡിസബിലിറ്റി ID അല്ലെങ്കിൽ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരുടെ വിവിധ ആവശ്യങ്ങൾ, നിയമപരമായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ
അവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന രേഖയായിട്ട് ഈ ഒരു UDID പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു ID കാർഡാണ് UDID കാർഡ്. അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ കോഴിക്കോടാണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പേരൊന്ന് മാറ്റുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പട്ടണത്തിന്റെ പുതിയ പേരാണ് പരശുറാംപുരി എന്നത്. പരശുറാംപുരി. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണം ഇനി പരശുറാംപുരി എന്നാണ് അറിയപ്പെടുക. ഭഗവാൻ പരശുറാമിന്റെ ജന്മസ്ഥലമാണ് ഇത് എന്നൊരു വിശ്വാസത്തിന്റെ മേലെയാണ് ഈ ഒരു പേര് മാറ്റം നടന്നിട്ടുള്ളത്. ഈ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കേട്ടോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു പുതിയ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര്, ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് എന്താണ്? പരശുറാംപുരിയാണ്. പരശുറാംപുരി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് സുധാൻഷു ധൂലിയയാണ് കേട്ടോ. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. ജസ്റ്റിസ് സുധാൻഷു ധൂലിയയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനാകുന്നത്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. ഇദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു കേട്ടോ. സുധാൻഷു ധൂലിയ. അടുത്തത്, വായനാ പ്രതിസന്ധി മറികടക്കാൻ അടുത്തിടെ പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. നമ്മൾ ബുക്ക് മാർക്ക് വെക്കില്ലേ, അപ്പൊ പുസ്തക നികുതി ഒഴിവാക്കിയത് ഡെൻമാർക്ക്. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വായനാ പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട് പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വായനാശീലം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ പുസ്തകങ്ങളുടെ വില കുറയ്ക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ആശയം കൊണ്ടുവന്നതിന് ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുസ്തക നികുതി അടുത്തിടെ ഒഴിവാക്കിയത് എവിടെയാണ്? ഡെൻമാർക്കിലാണ്. ഡെൻമാർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID അല്ലെങ്കിൽ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഏതാണ്? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഈ ആൻസർ കാണുന്നതിന് മുന്നേ? ആൻസർ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് എന്താണ്? പരശുറാംപുരി എന്നാണ്. പരശുറാംപുരി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയാണ്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. വായനാ പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട് അടുത്തിടെ പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രമാണ് ഒഡീഷയിൽ നിലവിൽ വരുന്നത്. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ്. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ്. ഇദ്ദേഹം CRPFന്റെയും ITBPയുടെയും മുൻ ഡയറക്ടർ ജനറൽ ആയിരുന്നു അനീഷ് ദയാൽ സിംഗ്. ഓക്കെ. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അജയ് സിംഗ് ആണ് കേട്ടോ. അജയ് സിംഗ് ആണ്. അജയ് സിംഗ് വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. അദ്ദേഹം 2016 മുതൽ BFI ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും ആണ് കേട്ടോ. അപ്പോൾ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അജയ് സിംഗ് ആണ്. അജയ് സിംഗ്. ചേലേശ്വർ പൂജാര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇദ്ദേഹം ഏത് കായിക മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ് ആണ് കേട്ടോ. ചേലേശ്വർ പൂജാര ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2025 ഓഗസ്റ്റിലാണ് ഇദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണിത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ചേലേശ്വർ പൂജാര ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്.
ഇനി സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്കീട്ട് എന്നത്. സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക, സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്കീട്ട്. നമ്മൾ പറയില്ലേ സർക്കീട്ട് പോവാന്ന് പറയില്ലേ, അപ്പോൾ ടൂറിസം ആണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ അത് ഫിലിമിലൂടെയാണ്. അപ്പോൾ ഫിലിം സർക്കീട്ട്, ടൂറിസം ഫിലിം സർക്കീട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് മനസ്സിലായില്ലേ? കേരളത്തിന്റെ ഭൂപ്രകൃതി, അതിൻ്റെ സൗന്ദര്യം, ഇതൊക്കെ സിനിമകളിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ സിനിമകളിലൂടെ പ്രശസ്തമായ സ്ഥലങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് രണ്ടും ഒരു കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു പേരിൽ നിന്ന് മനസ്സിലാക്കാം. ടൂറിസം ഫിലിം സർക്കീട്ട്. പദ്ധതിയുടെ പേരെന്താണ്? ടൂറിസം ഫിലിം സർക്കീട്ട്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ആദ്യം കൊണ്ടുവന്നത് എവിടെയാന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ഓക്കെ, അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം അല്ലേ. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷ. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് BFIയുടെ പ്രസിഡന്റ് അജയ് സിംഗ് ആണ്. അജയ് സിംഗ്. ചേലേശ്വർ പൂജാര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ് കേട്ടോ. ക്രിക്കറ്റ്. ചേലേശ്വർ പൂജാര ക്രിക്കറ്റ്. സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്കീട്ട് എന്നത്. ടൂറിസം ഫിലിം സർക്കീട്ട്. അപ്പോൾ അടുത്ത സെറ്റ് ചോദ്യം. അടുത്തിടെ ഗൂഗിളിന് 300 കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയ. അടുത്തിടെ ഗൂഗിളിന് 300 കോടി രൂപയുടെ പിഴ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പം എന്തിനായിരുന്നു ഈ ഒരു പിഴ? ഗൂഗിളിന്റെ ഗൂഗിള് ഉപഭോക്താക്കളുടെ ഒരു സ്വകാര്യതാ നിയമലംഘനം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഗൂഗിള് ഡേറ്റ ശേഖരണത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൂഗിളിന് 300 കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മെയിൽ യുദ്ധവിമാനം ഏതാണ്? മെയിൽ അല്ലെങ്കിൽ MALE, മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് എന്നതാണ് കേട്ടോ മെയിൽ എന്നത്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ആണ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മെയിൽ യുദ്ധവിമാനമാണ് കാലഭൈരവ് എന്നത്. കാലഭൈരവ്. ഇവയ്ക്ക് 2024 മുതൽ 48 മണിക്കൂർ വരെ പറക്കാനായിട്ട് സാധിക്കും. ഇത് ഈ ഒരു കാലഭൈരവ് എന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുന്നതിനായിട്ട് സഹായകമാകുന്ന വിധത്തിലുള്ള ഒരു യുദ്ധവിമാനമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായ AI പവേർഡ് മെയിൽ യുദ്ധവിമാനം. മെയിൽ എന്താണ്? മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ആണ്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധവിമാനമാണ് കാലഭൈരവ് എന്നത്. കാലഭൈരവ്. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ആണ് കേട്ടോ. SCO ആണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ ഉച്ചകോടി നടത്തുന്നത് ചൈനയിലെ ടിയാൻജിനിലാണ്. 2025 SCOയുടെ ഉച്ചകോടി നടക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിതമാകുന്നത്? 2001 കേട്ടോ. 2001 SCO സ്ഥാപിതമാകുന്നത്. ഇന്ത്യ അംഗമാകുന്നത് 2017. ഇന്ത്യ പൂർണ്ണ അംഗമായി മാറുന്നത് 2017. ആകെ മൊത്തം 8 അംഗരാജ്യങ്ങളാണ് ഉള്ളത് കേട്ടോ. 8 അംഗരാജ്യങ്ങളാണ് SCOയ്ക്കുള്ളത്. 8 അംഗരാജ്യങ്ങളാണ് SCOയ്ക്കുള്ളത്. അപ്പോൾ 2025 ഉച്ചകോടി നടത്തുന്നത് SCOയുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2025 ഉച്ചകോടി നടത്തുന്നത് ചൈനയിലെ ടിയാൻജിനിലാണ്. ചൈനയിലെ ടിയാൻജിൻ.
രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. അമരാവതി. ഡിജിറ്റലും സ്മാർട്ടുമായിട്ടുള്ള ലൈബ്രറി മോഡൽ എന്നൊരു അടിസ്ഥാന തത്വത്തിലാണ് ഈ ഒരു ലൈബ്രറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലൈബ്രറി എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ ആൻഡ് സ്മാർട്ട് ലൈബ്രറി മോഡലിലായിരിക്കും അമരാവതിയിലെ ഈ ഒരു ആധുനിക ലൈബ്രറി നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലുതും ആധുനികവുമായ ലൈബ്രറി, കേന്ദ്ര ലൈബ്രറിയാണ് അമരാവതിയിൽ നിലവിൽ വരുന്നത്. അടുത്തത്, റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ വീഡ് ഔട്ട് എന്നതാണ് കേട്ടോ. ഓപ്പറേഷൻ വീഡ് ഔട്ട് ആണ്. വീഡ് ഔട്ട്. ഓപ്പറേഷൻ വീഡ് ഔട്ട് ആണ് കേട്ടോ. ഓക്കെ. റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട് എന്നത്. മയക്കുമരുന്ന് കടത്തിനെതിരായിട്ടുള്ള ഒരു ഏകോപിതമായ നടപടിയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ വീഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഒരുമിച്ചാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ അത് റിവൈസ് ചെയ്യാം. അടുത്തിടെ ഗൂഗിളിന് 300 കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മെയിൽ യുദ്ധവിമാനം ഏതാണ്? മെയിൽ എന്തായിരുന്നു? മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധവിമാനമാണ് കാലഭൈരവ് എന്നത്. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ ഉച്ചകോടി നടത്തുന്നത് എവിടെയാണ്? ടിയാൻജിൻ, ചൈനയിലെ ടിയാൻജിനിലാണ് 2025 SCO ഉച്ചകോടി നടത്തുന്ന സ്ഥലം. ഓക്കെ. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി ചൈനയിലെ ടിയാൻജിൻ. രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട്. അടുത്ത ചോദ്യം, തന്മുദ്ര ക്യാമ്പയിനിന് കീഴിൽ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ തന്മുദ്ര എന്താന്ന് നമുക്ക് പറയാം. തന്മുദ്ര ക്യാമ്പയിന് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള, ഭിന്നശേഷിക്കാർക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ സേവനങ്ങളിലെല്ലാം തന്നെ എല്ലാവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിൽ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ UDID എന്ന് പറയുന്നത്. തന്മുദ്ര ക്യാമ്പയിന് കീഴിലാണ് എന്നതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഒരു തന്മുദ്ര ക്യാമ്പയിൻ എന്നത് കേരള സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പൂർണ്ണമായ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കോഴിക്കോടാണ്. ഓക്കെ. അടുത്തിടെ അന്തരിച്ച അയോധ്യ രാജകീയ തലവനായ വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. അടുത്തിടെ അന്തരിച്ചു ഇദ്ദേഹം. അയോധ്യ രാജകീയ തലവനായ വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. രാജാ സാഹിബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. രാജാ സാഹിബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. രാമായണ മേള രക്ഷാധികാരി കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു ഇദ്ദേഹം. ഓക്കെ, വിമലേന്ദ്ര പ്രതാപ് മിശ്ര. അയോധ്യ രാജകീയ തലവനായിരുന്ന വ്യക്തിയാണ്. രാജാ സാഹിബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. 2025 ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ ജയിച്ച ടീം ഏതാണ്? 2025 ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ ജയിച്ച ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഫുട്ബോൾ ക്ലബ്ബാണ് കേട്ടോ. 2025 ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ ജയിച്ച ടീമാണ് ഏതാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. 6-1 അതായിരുന്നു സ്കോർ. ഡയമണ്ട് ഹാർബറിനെതിരെ 6-1 ജയിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കപ്പ്, ഈ ഒരു ഡ്യൂറൻ കപ്പ് നിലനിർത്തുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആരാണ് ജയിച്ചത്? ജയിച്ച ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. സ്കോർ 6-1 ആണ്. 2025 CISF ആദ്യമായി
ഏത് സംസ്ഥാനത്താണ് മുഴുവൻ വനിതകൾ അടങ്ങിയ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത്? അപ്പൊ ഇവിടെ എന്തൊക്കെയാ നോക്കേണ്ടത്? CISF ആണ് ഈ ഒരു മുന്നേറ്റം ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യമായിട്ട് മുഴുവൻ വനിതകൾ അടങ്ങിയ ഒരു കമാൻഡോ യൂണിറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെയാണ്? മധ്യപ്രദേശിൽ. ഓക്കെ, മധ്യപ്രദേശിലാണ് 2025 CISF ആദ്യമായി മുഴുവൻ വനിതകൾ അടങ്ങിയ ഒരു കമാൻഡോ യൂണിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ലിംഗസമത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. ക്വിക്ക് റിയാക്ഷൻ ടീമുകളും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലും ഒക്കെ കമാൻഡോകൾ ചേരുന്നതായിരിക്കും. അപ്പോൾ ലിംഗസമത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിംഗസമത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണിത്. CISF ആദ്യമായിട്ട് കൊണ്ടുവന്നത്. മുഴുവൻ വനിതകൾ അടങ്ങിയ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. തന്മുദ്ര ക്യാമ്പയിനിന് കീഴിൽ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കോഴിക്കോട് ജില്ല. അടുത്തിടെ അന്തരിച്ച അയോധ്യ രാജകീയ തലവനായ വ്യക്തിയാണ് വിമലേന്ദ്ര പ്രതാപ് മിശ്ര. 2025 ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ ജയിച്ച ടീം ഏതാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. 2025 CISF ആദ്യമായി ഏത് സംസ്ഥാനത്താണ് മുഴുവൻ വനിതകൾ അടങ്ങിയ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. അടുത്തത്, ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ISRO അടുത്തിടെ നടത്തിയ പ്രധാന പരീക്ഷണം ഏതായിരുന്നു? ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. ഇത് ഗഗൻയാന്റെ പാരച്യൂട്ട് അധിഷ്ഠിത ഡീസലറേഷൻ സിസ്റ്റത്തെ ഒന്ന് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. അതായത് ബഹിരാകാശ യാത്രികരുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്പ്ലാഷ് ഡൗൺ ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഈ ഒരു പരീക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ISRO അടുത്തിടെ നടത്തിയ പരീക്ഷണമാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. ഓക്കെ, 2025 ദേശീയ ബഹിരാകാശ ദിനം എന്നായിരുന്നു? ഓഗസ്റ്റ് 23. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഓക്കെ, അപ്പോൾ 2025 ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശുഭാൻശു ശുക്ലയാണ്. 2025 ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ഡൽഹിയിൽ എവിടെയാണ് ആര്യഭട്ട ഗാലറി എന്ന് ചോദിക്കാം. ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ശുഭാൻശു ശുക്ലയാണ്. ഈ ഒരു ദിനത്തിന്റെ ഭാഗമായിട്ട് 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള യുവജനങ്ങളുടെ താല്പര്യം കൂട്ടുക, കൂടുതൽ താല്പര്യമുള്ളവരാക്കുക എന്നതാണ് ഈ ഒരു ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് ഏത് സർവകലാശാലയിലാണ്? MG സർവകലാശാലയിലാണ് കേട്ടോ. MG യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു ഹോസ്റ്റൽ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സർവകലാശാല ഹോസ്റ്റൽ കൊണ്ടുവരുന്നത്. അത് MG യൂണിവേഴ്സിറ്റി, MG സർവകലാശാലയാണ്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സുരക്ഷിതവും മാന്യവുമായ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഹോസ്റ്റൽ നിലവിൽ വരാനുള്ള കാരണം. ഓക്കെ, 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആരാണ്? 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയാണ് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണ്. ആധുനിക മലയാള കവിതയുടെ ശില്പി എന്നാണ് വയലാർ രാമവർമ്മ അറിയപ്പെടുന്നത്. ആധുനിക മലയാള കവിതയുടെ ശില്പി എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മ
1975 അന്തരിക്കുന്നത് കേട്ടോ. 1975 ഒക്ടോബറിലാണ്. 50-ാം ചരമവാർഷികമാണ് 2025 ഇദ്ദേഹത്തിൻ്റെത് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2025 50-ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാളത്തിന്റെ കവിയാണ് വയലാർ രാമവർമ്മ. ഓക്കെ, അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഗഗൻയാനുമായി ബന്ധപ്പെട്ട ISRO അടുത്തിടെ നടത്തിയ പ്രധാനപ്പെട്ട പരീക്ഷണം ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഓഗസ്റ്റ് 23 ഡൽഹിയിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശുഭാൻശു ശുക്ലയാണ്. ശുഭാൻശു ശുക്ല. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്ന സർവകലാശാല ഏതാണ്? MG സർവകലാശാല, MG യൂണിവേഴ്സിറ്റിയാണ്. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിന്റെ കവിയാണ് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അത്യാവശ്യം വേണ്ട പോയിന്റ്സ് ഒക്കെ ഇപ്പോൾ മറന്നു പോകുന്നില്ല എന്ന് ഉറപ്പുള്ളതൊന്നും എഴുതിയെടുക്കണം എന്നില്ല. അല്ലാത്തവയൊക്കെ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.